ഹായ് കൂട്ടുകാരെ, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ രാവിലെ തന്നെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ശ്രുതിയെ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ ശ്രുതിക്ക് ഇന്ന് എന്താ പറ്റിയത്? അല്ലെങ്കിൽ ഒരു 100 വട്ടം ഞാൻ വിളിച്ചാൽ പോലും എഴുന്നേക്കാത്ത ആളാണ്, ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് തന്നെ റെഡി ആവുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇന്ന് നേരത്തെ എങ്ങോട്ടേക്ക് ചെയ്ത? അതെ, എനിക്കിന്ന് നേരത്തെ തന്നെ ഷോപ്പിൽ പോകാനുണ്ട്, ഡീലേഴ്സ് നേരത്തെ എത്തുമെന്നാണ് പറഞ്ഞ്. അല്ല, ഇപ്പോൾ 6 മണി ആയതല്ലേ ഉള്ളൂ, ഇപ്പോഴേ പോകണമെന്ന് ചോദിക്കുകയാണ്. അല്ല, അമ്മേനെ ആണെങ്കിൽ ബാമ ആൻറ്റിയുടെ വീട്ടിലേക്കൊന്ന് വിടണം, അതിന് ആൻറ്റി എവിടെ പോവാം? അതൊന്നും അറിയില്ല, അവർക്ക് എന്തോ ഫംഗ്ഷന് പോകണമെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ നേരത്തെ തന്നെ വരാം, എന്നെ അങ്ങോട്ടേക്ക് പാർലറിലേക്ക് ഡ്രോപ്പ് ചെയ്തേക്കെന്ന് പറയുകയാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ശ്രുതി നീ പതിയെ താമസിച്ച് വന്നാൽ മതി, ഞങ്ങൾക്ക് അർജൻറ്റായിട്ട് പോകണം. ഞങ്ങൾക്ക് അർജൻറ്റായിട്ട് പോകണം? അല്ല, എനിക്ക് ഡീലറെ കാണാൻ പോകണം, ആ വഴി അമ്മയും ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് വെപ്രാളം പിടിച്ച് പോവാണ് കേട്ടോ. എന്നാൽ ശ്രുതിയാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാകാതെ ഒരു സംശയിച്ചിങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സമയം ചന്ദ്രയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാവുന്നുണ്ട്. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രേ, നീ എന്താ 8 മണിയായാലും രേവതി കോഫി കൊണ്ട് വരാതെ എണീക്കാത്ത ആളാണല്ലോ, നീ അങ്ങോട്ടേക്കാ രാവിലെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഈ സമയം ശ്രുതിയും റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അമ്മേ പോവാം, ഞാൻ റെഡിയായെന്ന് പറയണം. അപ്പോൾ രവി ആണെങ്കിൽ ഇതൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അല്ല ചന്ദ്രേ, എങ്ങോട്ടേക്ക് ഈ കൊച്ചു വെളുപ്പംകാലത്തെന്ന് ചോദിച്ചത് കേട്ടില്ലേന്ന് രവി വീണ്ടും ചോദിക്കുകയാണ്. ഈ ഒച്ചയൊക്കെ കേട്ടിട്ട് നമ്മുടെ സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ ഭാമയുടെ അടുത്ത് വരെ പോവുക, എനിക്ക് പോയിട്ട് ഒരു അർജൻറ്റ് കാര്യമുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഭാമാൻ്റിയുടെ അടുത്തോ? ഇത്ര നേരം വിളിക്കുന്നതിന് മുമ്പ് എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിൻ ചോദിക്കുന്നുണ്ട്, അല്ല അത് ശരിയാണല്ലോ, ഈ നേരം വിളിക്കുന്നതിന് മുമ്പ് അമ്മ എന്തിനാ ഭാമാൻ്റിയുടെ അടുത്ത് പോകുന്നത്? അതെ, എനിക്ക് പല ആവശ്യങ്ങളും കാണും, അത് നിങ്ങളോട് തെളിയിച്ചിട്ടേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ, പാസുതി പോവാന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ധൃതി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, അല്ല അവർക്ക് മറുപടി കൊടുക്കണ്ട. എന്താ ചന്ദ്രൻ, എന്താ ഭാമയുടെ അടുത്ത് ഇപ്പോൾ ഇത്ര അർജൻറ്റ്? അല്ല, അവൾക്ക് വയ്യാണ്ടിരിക്കുക, അവൾക്ക് ചെറിയൊരു പനിയെന്നിങ്ങനെ പെട്ടെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയും ചാടി കയറിയിട്ട് നമ്മുടെ ചന്ദ്രയുടെ മറുപടി വരുന്നതിന് മുമ്പ് ശ്രുതിയും പറയുന്നുണ്ട്, ഭാമേൻ്റെക്ക് വയറുവേദനയാണ്, അപ്പോൾ അമ്മയ്ക്കൊന്ന് കൂട്ടുപോകണമെന്ന് പറയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞല്ലോ, എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല ഇവൻ പറഞ്ഞു വയറുവേദനയാണെന്ന്, അമ്മ പറയുന്നു പനിയാണെന്ന്, ഇതിലേതാ സത്യം? നിങ്ങൾക്ക് എന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്ന് പറയുകയാണേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, എന്താ ചന്ദ്രേ, എന്താ ഇതിനകത്തെ സത്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ചന്ദ്ര അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. അതെ, ഭാമയ്ക്കാണെങ്കിൽ ഒരു പനിയുണ്ട്, ഇപ്പോൾ വയറുവേദനയും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്, അതിന് ഭാമയുടെ കൂടെ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകണം, അതിനാ ഞാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ ഭാസുതി സമയം പോന്നു, അവൾക്ക് തീരെ മേലായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതിയും ശ്രുതിയും കൂടി നേരെ പോയിട്ട് ഭാമയും കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു സ്വാമിയുടെ അടുത്തേക്കാണ് കേട്ടോ. ഭാമ പറഞ്ഞിട്ടാണ് അവരെ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ സ്വാമിജിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേവതിയുടെ സ്വർണ്ണമാണെങ്കിൽ ശ്രുതി മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ചന്ദ്രമതിയുടെ കയ്യിലിരുന്ന സ്വർണം മുക്കുവണ്ടമാക്കി തിരികെ വെച്ചിരിക്കുകയാണല്ലോ. ഇതൊക്കെ എന്നാൽ നമ്മുടെ സച്ചിയും രേവതിയും തിരിച്ചറിഞ്ഞിട്ട് ഒരു കള്ളത്തിനെ പിടിക്കാനായിട്ട് സച്ചി ഒരു മന്ത്രം പ്രയോഗിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനൊരു സ്വാമിജിയുടെ അടുത്ത് നിന്ന് ഒരു നാരങ്ങ പൂജ മുറിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, ആ നാരങ്ങ 2 ദിവസത്തിനുള്ളിൽ കള്ളനെ പുറത്തു കൊണ്ടുവരും. എന്താണെന്ന് വെച്ചാൽ ആരാണോ ആ സ്വർണം എടുത്തത് അവരുടെ മുഖമൊക്കെ കോടിപ്പോയിട്ട് അവർ വല്ലാത്തൊരവസ്ഥയിലാവും എന്നൊക്കെ സച്ചി പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു നാരങ്ങ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭാമയും കൂട്ടി ചന്ദ്രയും ശ്രുതിയും കൂടി സ്വാമിജിയുടെ അടുത്ത് പോകുന്നത്. കാരണം ശ്രുതിയാണല്ലോ ആ സ്വർണം കൊണ്ടുപോയി വിറ്റത്. ശ്രുതിയുടെ ബിസിനസ്സിൽ ചെറിയൊരു ഫ്ലോപ്പ് വന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാഷ് മറിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രയും ശ്രുതിയും നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അവർ നേരെ സ്വാമിജിയുടെ അടുത്തേക്ക് ചെന്നിട്ട് സ്വാമിജിയോട് പറയുന്നുണ്ട്. അങ്ങനെ ആ സ്വാമിജി ആണെങ്കിൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. എന്താ നിങ്ങളുടെ പ്രശ്നം, പറഞ്ഞോളൂ, അതിനുള്ള എല്ലാ പരിഹാരവും ഇവിടെ നിന്ന് ലഭിക്കുമെന്ന് പറയണം. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, സ്വാമിജി ഞങ്ങൾക്കിപ്പോൾ ആ വീട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാണ്,
എൻ്റെ അനിയനുണ്ടല്ലോ ഏതോ ഒരു സ്വാമിയുടെ അടുത്ത് പോയിട്ട് ഒരു നാരങ്ങ കൊണ്ടുവന്ന് പൂജിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നാ ഇപ്പോൾ ഞങ്ങളുടെ പേടിയെന്ന് പറയണം. അപ്പോൾ സ്വാമിജി പറയുന്നുണ്ട്, ഒരു നാരങ്ങ അവിടെ കൊണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ പേടിക്കണമെങ്കിൽ നിങ്ങൾ എന്തോ കള്ളത്തരം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഏയ് കള്ളത്തരോ, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എന്നിൽ നിന്ന് എന്താ മറയ്ക്കുന്നത്? ഒരു തെറ്റും ചെയ്യാത്തവർക്ക് അത് അവിടെ കൊണ്ടുവയ്ക്കുന്നതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ സ്വാമിജിയുടെ അടുത്ത് സത്യം പറയാതിരിക്കാൻ വയ്യാതെ വരുമ്പോഴേക്കും അവർ പറയാണ്, അത് സ്വാമിജി, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവന് ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പൈസയുടെ അത്യാവശ്യം വന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലിരുന്ന കുറച്ച് സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി പണയം വയ്ക്കാൻ കൊണ്ടുപോയതാ. ഇവനപ്പോൾ പൈസ തികയാതെ വന്നപ്പോൾ അത് വിറ്റു. പിന്നീട് അവർ ചോദിക്കുമെന്നായപ്പോൾ ഞങ്ങൾ അവിടെ മുക്കുവണ്ടം വെച്ചല്ലോ. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് സത്യം പറയാൻ വഴിയില്ലായിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇളയ മകനുണ്ടല്ലോ, രണ്ടാമത്തെ മകൻ, അവനൊരു കേടിയാ. അവൻ ഏതോ ഒരു ശക്തിയുള്ള ഒരു സ്വാമിജിയുടെ അടുത്ത് പോയിട്ട് നാരങ്ങ പൂജിച്ചു കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ചിരിക്കുക. ആ സ്വർണം എടുത്തവർക്ക് 24 മണിക്കൂറിനുള്ളിൽ മുഖമൊക്കെ കോടിപ്പോകും, എന്തൊക്കെയോ പ്രശ്നം വരുമെന്നാണ് പറയുന്നത്. സ്വാമിജി, ഇവൻ അറിയാതെ ചെയ്തു പോയതാണ് എന്നിങ്ങനെ ചന്ദ്രമതി പറയുകയാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾക്കതിനൊരു മറുപൂജ കാണുമല്ലോ, പ്രതിവിധി ചെയ്തു തരണം എന്ന് പറയണം. അപ്പോൾ സ്വാമിജി പറയണം, ഓഹോ അതാണ് കാര്യമല്ലേ, അതിനൊക്കെ വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് സ്വാമിജി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, ഏയ് അതൊക്കെ വെറുതെ ആയിരിക്കും അല്ലേ സ്വാമി, ഏതെങ്കിലും കള്ളസ്വാമിമാരായിരിക്കും, അതൊന്നും നടക്കാൻ പോകുന്നില്ലായിരിക്കും അല്ലേ എന്ന് പറയണം. അപ്പോഴേക്കും സ്വാമിജിക്ക് നല്ല ദേഷ്യം വരികയാണ്. എന്നിട്ട് ശ്രുതിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ആര് പറഞ്ഞു അതൊന്നും സത്യമല്ലെന്ന്? ജപിച്ച് കൊടുത്ത ആക്കും ആ മന്ത്രത്തിന് ശക്തി ഉണ്ടെങ്കിൽ അതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും, അതിനൊരു മാറ്റം ഇല്ലെന്ന് സ്വാമിജി ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി പെട്ടെന്ന് കയറി പറയുന്നുണ്ട്, സ്വാമിജി ക്ഷമിക്കണം, ഇവൻ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്, ഇവൻ കൊച്ചുകുട്ടിയല്ലേ എന്നൊക്കെ പറയാണ്. അങ്ങനെ സ്വാമിജി പറയുന്നുണ്ട്, ശരി, ഞാൻ തൽക്കാലത്തേക്കിനോ ഒരു പ്രതിവിധി ചെയ്തു തരാം. ഒരു നാരങ്ങ എടുത്ത് കൊടുത്തിട്ട് മന്ത്രിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ നാരങ്ങ ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ ആ നാരങ്ങ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ആ പൂജാമുറിയിൽ കൊണ്ട് തന്നെ വെക്കണമെന്ന് പറയണം. അപ്പോഴേക്കും ശ്രദ്ധിക്കുന്നുണ്ട്, നാരങ്ങയോ, ഇതുകൊണ്ട് തന്നെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെ പുച്ഛത്തോടു കൂടി ചോദിക്കാനേ. അപ്പോൾ സ്വാമിജി പറയുന്നുണ്ട്, അതെ, ശക്തി ഇതിനേക്കാളും ശക്തിയാണ് അതിനെങ്കിൽ ആ നാരങ്ങ, ശക്തിയുള്ള നാരങ്ങ അവിടെ അങ്ങനെ തന്നെ ഇരിക്കും, മറ്റേത് ചീഞ്ഞു പോയിക്കൊള്ളും, അപ്പോൾ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്ന് പറയണം. ശ്രദ്ധിക്കുന്നുണ്ട്, അല്ല, സ്വാമി തരുന്ന നാരങ്ങയെക്കാളും ശക്തിയുള്ളതാണ് അവിടെ ഉള്ളതെങ്കിലോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് പൂജാരി ഇങ്ങനെ ശ്രുതിയെ നോക്കുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതി, ഒന്ന് മിണ്ടാതിരിക്കടാ, നീ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരാ ടെൻഷൻ അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതിക്കിട്ട് ഒരു തട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ഭാമ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ പെട്ടെന്ന് പറയുന്നുണ്ട്, മോനെ ദക്ഷിണ കൊടുക്കെന്ന് പറഞ്ഞിട്ട് സ്വാമിജിക്ക് ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് അവർ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ആ നാരങ്ങ കൊണ്ടുപോയിട്ട് പൂജാമുറിയിൽ വെക്കണമല്ലോ. ഇനി ആര് വെക്കുമെന്നുള്ളതാണ് നമ്മുടെ ചന്ദ്രമതിയുടെയും ശ്രുതിയുടെയും തർക്കം. അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്, ശ്രുതി, നീ ആ പൂജാമുറിയിൽ കൊണ്ടുപോയി ആ നാരങ്ങയുടെ അടുത്ത് കൊണ്ടുപോയി വെയ്യെന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ എനിക്കിങ്ങും വയ്യ, എനിക്ക് അതിലൊക്കെ പേടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ നീ ഓരോ പ്രശ്നങ്ങൾ ഏടാകൂടങ്ങൾ ഒപ്പിക്കുന്നത്, മര്യാദയ്ക്ക് കൊണ്ടുപോയി അത് അവിടെ വെക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ ശ്രുതിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വാടാന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നാരങ്ങ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സച്ചി വെച്ച നാരങ്ങയുടെ തൊട്ടടുത്തായിട്ട് വെക്കുകയാണ്. അപ്പോഴേക്കും എന്ത് ചെയ്യും, ഇവർ കൊണ്ടുവെക്കുന്ന ആ നാരങ്ങ പെട്ടെന്ന് തന്നെ ഉരുണ്ടങ്ങ് താഴേക്ക് പോവാണേ. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കും ചന്ദ്രമതിക്കും ഭയങ്കര ടെൻഷൻ ആവുകയാണ്. കാരണം നമ്മുടെ സച്ചി കൊണ്ടുവച്ച നാരങ്ങയുടെ പവർ കൊണ്ടായിരിക്കും അത് ഉരുണ്ടുപോയെന്നുള്ളൊരു ടെൻഷനാണല്ലോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ എന്താ ഇത്, എനിക്ക് ആകെ പേടിയാവുന്നു, ഇനി എന്താ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ നീ ആ നാരങ്ങ എടുത്തോണ്ടോ? ഇല്ലമ്മേ എനിക്ക് പേടിയാ, എനിക്കത് തൊടാൻ തന്നെ പേടിയാന്ന് പറയുന്നുണ്ട്. ചന്ദ്രമതി നല്ല ദേഷ്യത്തോടു കൂടി നോക്കിയിട്ട് എടുത്തോണ്ട് വെക്കടാന്ന് പറയുമ്പോഴേക്കും ശ്രുതി അമ്മയെന്ന് വിളിച്ചിട്ട് അങ്ങ് എടുത്തോണ്ട് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് താഴെ പോവാതെ ഒരു പൂവെടുത്തിട്ട് അതിന് തടയൊക്കെ വെച്ചിട്ട് രണ്ടുപേരും കൂടി സമാധാനമായി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുന്നുണ്ട്. പിന്നീടായിട്ടാണെങ്കിൽ സച്ചിയാണെങ്കിൽ പുറത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ. സച്ചി അങ്ങനെ വന്നിട്ട് പൂജാമുറിയിലേക്ക് നോക്കുമ്പോഴേക്കും സച്ചി കൊണ്ടുവച്ച നാരങ്ങയുടെ തൊട്ടടുത്ത് തന്നെ ഒരു നാരങ്ങയും കൂടി ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും സച്ചിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഓഹോ, അമ്മയുടെയും മോൻ്റെയും രാവിലത്തെ ധൃതിയും പോക്കും ഒക്കെ അങ്ങോട്ടേക്കായിരുന്നല്ലേ. അപ്പോൾ ഏതോ സ്വാമിയെ കണ്ടിട്ട് നാരങ്ങ കൊണ്ട് വെച്ചിരിക്കുകയാണ്.
അപ്പോൾ പേടിയുണ്ട്, ഇതെന്തായാലും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് സച്ചി മനസ്സിൽ ഉറപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതിയുടെ അടുത്തേക്ക് എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, രേവതി നീ അറിഞ്ഞോ, ഞാൻ കൊണ്ടുവച്ച നാരങ്ങയ്ക്ക് ശക്തിയുണ്ട്, അത് തെളിഞ്ഞിരിക്കുകയാണെന്ന് പറയണം. അപ്പോൾ രേവതി വയ്ക്കുന്നുണ്ട്, എന്താ സച്ചി ചേട്ടാ എന്തായി പറയുന്നത്? അതേ, ഞാൻ കൊണ്ടുവച്ച നാരങ്ങയ്ക്ക് കുഞ്ഞുണ്ടായി എന്ന് പറയണം. എന്താ സച്ചി ചേട്ടാ വെറുതെ കോമഡി പറയല്ലേ, എന്താ സച്ചി ചേട്ടന് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ രേവതി ഇങ്ങോട്ടേക്ക് വാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രേവതിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് പൂജാമുറിയിൽ 2 നാരങ്ങ ഇരിക്കുന്ന കാണിക്കുകയാണ് കേട്ടോ. ഇതെങ്ങനെ സംഭവിച്ച സച്ചി ചേട്ടാ, അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലല്ലേ? എൻ്റെ രേവതി, നിനക്ക് ആ ഓട്ടുകാലീനെയും അമ്മേനെയും ഇതുവരെ മനസ്സിലായില്ലേ? 2 പേരും കൂടി രാവിലെ ഉറക്കത്തിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് ഓടുന്ന കണ്ടപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയതാ. അവർ നേരെ പോയതേ സ്വാമിജിയുടെ അടുത്താ. അവർ പൂജിച്ചു കൊണ്ടുവച്ചിരിക്കുന്ന നാരങ്ങയാ അതിൻ്റെ അടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലായില്ലേ, ആ ഓട്ടുകാലിൽ തന്നെയാണ് സ്വർണം മോഷ്ടിച്ച് മുക്കുപണ്ടം ആക്കിയെന്ന്. അതിൽ അമ്മയ്ക്കും പങ്കുണ്ട്. അപ്പോൾ പിന്നെ 2 എണ്ണത്തിനും പേടിയായിട്ടുണ്ട്. ഇതിന് ഒരു കളി ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ കണ്ടോ, നന്നായിട്ട് 2 എണ്ണത്തിനെ ഞാൻ പിടിക്കുന്നുണ്ടെന്ന് പറയാണേ. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും സുധിക്കാണെങ്കിൽ കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല. എന്തെങ്കിലും സംഭവിക്കുമോ, 24 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുമെന്നാണല്ലോ സ്വാമിജി പറഞ്ഞിരിക്കുന്നത്. ആകെ ടെൻഷൻ അടിച്ച ശ്രുതിയാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. ശ്രുതി ഇതൊന്നും അറിയുന്നില്ല. എന്നാൽ നമ്മുടെ സുധിക്കാണെങ്കിൽ കിടന്നിട്ടൊന്നും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്, ഭയങ്കര പേടിയാവുകയാണ്. ഈ സമയം സച്ചിയാണെങ്കിൽ ശ്രുതിയുടെ ഡോറിന് വന്ന് കൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വന്നിട്ട് നോക്കുന്നുണ്ട്. സച്ചി പെട്ടെന്ന് മറഞ്ഞു നിൽക്കുകയാണേ. വന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. പേടിച്ചിട്ട് വീണ്ടും പോയി കിടക്കുകയാണേ. അങ്ങനെ വീണ്ടും വന്ന് സച്ചി തട്ടിയിട്ട് മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി വീണ്ടും വന്ന് തുറന്നു നോക്കുമ്പോഴത്തേക്കിനും ആരെയും കാണുന്നില്ലല്ലോ. ഇനി ആ നാരങ്ങയുടെ പണിയെങ്ങാനും ആയിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ശ്രുതി പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് കണ്ണാടിയിലൊക്കെ പോയി നോക്കുന്നുണ്ട് കേട്ടോ, മുഖമൊക്കെ കോടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. അങ്ങനെ വീണ്ടും പോയി ഇങ്ങനെ കിടക്കുകയാണ്, ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണല്ലോ. ഇത് കണ്ടിട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ ഫ്രിഡ്ജിൽ പോയിട്ട് ഒരു നാരങ്ങ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അതൊരു നൂലിൽ കെട്ടിയിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി നോക്കുമ്പോഴേക്കും നാരങ്ങ തൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നു. സച്ചി അവിടെ നിന്ന് നൂലിട്ട് പതുക്കെ വലിക്കുകയാണ് കേട്ടോ. ഇതും കൂടെ കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. തന്നെ ഉരുണ്ടു പോന്നോ, എൻ്റെ ഈശ്വര ഇനി എന്താ സംഭവിക്കാൻ പോന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിട്ട് ചാടി എഴുന്നേക്കാണ് കേട്ടോ. ലൈറ്റിട്ട ശ്രുതി ഉണരുമല്ലോ, അതുകൊണ്ട് ലൈറ്റ് ഇടാതെ തന്നെ പെട്ടെന്ന് ചന്ദ്രമതിനെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് കേട്ടോ. എന്താടാ നീ ഇതുവരെ ഉറങ്ങില്ലേ? അമ്മേ, എനിക്ക് ആകെ പേടിയാവുന്നു. ആ നാരങ്ങ എൻ്റെ അടുത്ത് വന്നു. എന്താടാ നീ പറയുന്നത്? നാരങ്ങ നിൻ്റെ അടുത്ത് വന്നെന്നോ? നീ ഉറങ്ങാതെ ഇരുന്നിട്ട് എന്തെങ്കിലും പിച്ചും പേയും വിളിച്ചു പറയാതെ മര്യാദയ്ക്ക് കിടന്നുറങ്ങുന്നു പറയണം. ഇല്ലമ്മേ, അമ്മയൊന്ന് ഹാളിലേക്ക് വാ, എനിക്ക് ആകെ പേടിയാവുന്നു എന്ന് പറയാണ്. അങ്ങനെ ചന്ദ്രമതിയും ഹാളിലൊന്നും ലൈറ്റ് ഇടാതെ 2 പേരും കൂടി വരികയാണ് കേട്ടോ. അമ്മേ, ആ സച്ചി കൊണ്ടുവന്ന നാരങ്ങ നമുക്കെടുത്തങ്ങ് നശിപ്പിച്ച് കളഞ്ഞാലോ? അപ്പോൾ പിന്നെ ഇതിനൊരു പ്രശ്നമില്ലാതാവുമല്ലോ എന്ന് പറയാണ്. അങ്ങനെ 2 പേരും കൂടി പോയിട്ട് ആ നാരങ്ങ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ആ 2 നാരങ്ങ നമുക്കെടുത്ത് കളയാം, അപ്പോൾ പിന്നെ സംശയമൊന്നും തോന്നിയില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ അവർ ആ 2 നാരങ്ങ എടുത്തുകൊണ്ട് 2 പേരും കൂടി നിൽക്കുന്ന സമയത്ത് ഹാളിലെ ലൈറ്റ് അങ്ങ് തെളിയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി നിൽക്കുന്നത്, എടാ എന്തിനാ ഇപ്പോൾ ലൈറ്റ് ഇട്ടത്? എല്ലാവരും എഴുന്നേൽക്കുന്നില്ല. അമ്മ ഞാൻ ലൈറ്റ് ഇട്ടില്ലല്ലോ എന്ന് ശ്രുതി പറയുന്നുണ്ട്. ചന്ദ്രമതിയും ശ്രുതിയും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും വർഷയും ശ്രീകാന്ത് രവി എല്ലാവരും ഹാളിലുണ്ട് കേട്ടോ. എല്ലാ ലൈറ്റും തെളിയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ലൈറ്റൊക്കെ തെളിയുന്ന സംസാരം കേൾക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ ഉണർന്നു നോക്കുമ്പോൾ ശ്രുതിയും കാണുന്നില്ലല്ലോ. ശ്രുതി ഒന്നും അറിയാതെ തന്നെ അവിടേക്ക് എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ സച്ചിയാണെങ്കിൽ അവരെ ശ്രീകാന്തിനെയും രവിയെ എല്ലാം കാര്യം പറഞ്ഞ് വിളിച്ചെഴുന്നേപ്പിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ചന്ദ്രൻ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ 2 നാരങ്ങ കയ്യിലിരിക്കുകയാണ്. പെട്ടെന്ന് അത് പുറകിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്നും അറിയാത്ത മട്ടിൽ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, അതെ എന്താ ഈ സമയത്ത്, എന്താ ചന്ദ്രൻ നീ ഇവിടെ? ഇപ്പോഴൊക്കെ സച്ചി പറയുന്നുണ്ട്, അതെ അച്ഛാ, ഇവിടുത്തെ കള്ളനെയും കള്ളിയും കയ്യോടുകൂടി പിടികൂടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും വിളിച്ചുണർത്തിയത്. ഇപ്പം ഞാൻ എല്ലാ സത്യം തെളിയിച്ചു തരാമെന്ന് പറയണേ. ചന്ദ്രമതി ആകെ വിറച്ചിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ശ്രുതിയാണെ പെട്ടെന്ന് തന്നെ ചന്ദ്രയുടെ പുറകിലേക്ക് പോയി ഇങ്ങനെ പമ്മി നിൽക്കുകയാണ്.
അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, രവിയേട്ടാ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ വന്നതെന്ന് പറയണം. അപ്പോൾ സച്ചി വയ്ക്കുന്നുണ്ട്, അല്ല ഉറക്കം വരുന്നില്ലായിരുന്നെങ്കിൽ നാരങ്ങ എന്തിനാ കയ്യിൽ വെച്ചിരിക്കുന്നത്, പൂജാമുറിയിലിരുന്ന നാരങ്ങ. അപ്പോഴേക്കും പറയുന്നുണ്ട്, അത് ഈ വീട്ടിൽ എന്തെങ്കിലും ദോഷം ഉണ്ടായാലോ എന്ന് കരുതി അതങ്ങ് നശിപ്പിച്ച് കളയാന്ന് ഓർത്തിട്ടാന്ന് പറയണേ. അപ്പോഴേക്കും അല്ല ഈ ഓട്ടുകാലിക്കും അമ്മയുടെ ഒപ്പം ഉറക്കം വന്നില്ലേന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അതെ, അതൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സച്ചി നീ എന്തിനാ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, വാ സുധി നമുക്ക് പോയി കിടക്കാമെന്നും പറഞ്ഞിട്ട് സുധിയുടെ കൈ പിടിക്കാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തെളിഞ്ഞിട്ടങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ച് നിർത്തുകയാണ്. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, അവിടെ നിൽക്ക്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് രവി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, അല്ല ആൻറ്റി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, അതെന്തെങ്കിലും തെറ്റ് ചെയ്തവർക്കല്ലേ പ്രശ്നം ഉണ്ടാവുന്നല്ലേ സച്ചിയേട്ടൻ പറഞ്ഞത്, അപ്പോൾ പിന്നെ ആൻറ്റി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ ടെൻഷൻ അടിക്കുന്നത്. അതെ ഈ വീട്ടിൽ ഈ നാരങ്ങ ഇരിക്കുമ്പോൾ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായല്ലോ എന്ന് കരുതിയിട്ടാണ് ചന്ദ്ര ഇങ്ങനെ മറുപടി പറയുന്നുണ്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, കണ്ടോ അച്ഛാ ഞാൻ പറഞ്ഞില്ലേ ആ സ്വർണം മോഷ്ടിച്ചവർക്ക് ഈ രാത്രി ഉറക്കം വരില്ല എന്ന്, അത് തന്നെയാ ഇവിടെ തെളിഞ്ഞിരിക്കുന്നതെന്ന് പറയാണ്. അപ്പോഴേക്കും രവീന്ദ്രനാണെങ്കിൽ സുധിയുടെ നേരെ അങ്ങോട്ടേക്ക് ചെല്ലാണ് കേട്ടോ. സത്യം പറ, നീയാണോ സ്വർണം എടുത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇല്ലച്ചാ, ഞാൻ ആ പൈസ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് മറിച്ചാണ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ആ പറഞ്ഞ ഫ്രണ്ടിനോട് അന്വേഷിച്ചിരുന്നു, അയാൾ ആ കാര്യം അറിഞ്ഞിട്ടേ ഇല്ലെന്ന് പറയാണ്. അപ്പോൾ സുധി ഇങ്ങനെ പെട്ടെന്ന് തന്നെ പരിഭ്രമിച്ച് പോവാണ് കേട്ടോ. എന്താടാ നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, നീ നിൻ്റെ അമ്മയും കൂടിയിട്ടാണോ ആ സ്വർണ്ണം എടുത്തതെന്ന് ഇങ്ങനെ രവി ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് ചോദിക്കുകയാണ് കേട്ടോ. രവീന്ദ്രൻ്റെ ദേഷ്യം കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയും സുധിയും ആണെങ്കിൽ ആകെ പിടിവിട്ട് പോവാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കണ്ടില്ലേച്ചാ ഉറക്കവേ പോയിട്ടുള്ളൂ, ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിലേ വാഗോടുന്നവരുടെ വാഗോടുകയും കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകാമെന്ന് പറയണേ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ വീർത്തങ്ങ് ഒലിക്കുകയാണ്. എന്നാൽ ശ്രുതി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ലല്ലോ. ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കുന്നുണ്ട്. അപ്പോൾ പാർലറായിട്ടത്തി ഇപ്പം കണ്ടോണം ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് തന്നെ, അച്ഛാ ഞാനതെടുത്തത്, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി, കമ്പനിയിൽ ചെറിയൊരു ലോസ് ഉണ്ടായി, അതൊന്ന് നികത്താൻ വേണ്ടിയിട്ടാണ് ഞാനതെടുത്തത്, പിന്നെ മുക്കുവണ്ടം വാങ്ങി വെക്കാൻ അമ്മ പറഞ്ഞു തന്ന ഐഡിയ എന്ന് ശ്രുതി ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി ആകെ ഷോക്കായി പോവാണ്. കാരണം ശ്രുതി പെട്ടെന്ന് തന്നെ ഒറ്റുകൊടുക്കുമെന്ന് ചന്ദ്രമതിയും വിചാരിച്ചിരുന്നില്ല കേട്ടോ. ഈ സമയം രവീന്ദ്രനാണെങ്കിൽ നേരെ അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ കുത്തിന് പിടിച്ചിട്ട് കർണം അടിച്ച് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. നീ ഇത്രയും നാൾ ചെയ്തതെല്ലാം ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു, നിനക്ക് എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടു നിൽക്കാനായിട്ട് നിൻ്റെ ഈ തള്ളയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് അടിക്കുകയാണ് കേട്ടോ. നീ ഈ വരെ വീട്ടുകാരുടെ പോലും വീട്ടിൽ കിടന്നാണ്, സ്വന്തം വീട്ടിൽ പോലും മോഷണം തുടങ്ങിയല്ലേ, നീയൊക്കെ എന്ന് നന്നാവാനാടാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇറങ്ങിക്കോണം, നീ ഈ വീട്ടിൽ ഇനി നിൽക്കാൻ വേണ്ടിയിട്ട് നിനക്ക് യാതൊരുവിധ അർഹതയില്ലെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പിടിച്ച് അങ്ങ് തള്ളുകയാണ് കേട്ടോ. അപ്പോഴേക്കും അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പോയി ശ്രുതിയെ പിടിക്കാൻ പോകുമ്പോഴേക്കും, അതെ ഇനി ഇവിടെ ആരും ഒരു എക്സ്ക്യൂസും പറയണ്ട. എന്നിട്ട് ചന്ദ്രയുടെ നേരെ ചെന്നിട്ട്, നീ എന്നോട് വീണ്ടും വീണ്ടും കള്ളത്തരങ്ങൾ പറയുകയാണല്ലേ, നീ നിൻ്റെ മോനെ എത്രയധികം സപ്പോർട്ട് ചെയ്യുന്നോ അതനുസരിച്ച് നിൻ്റെ മോൻ നശിച്ചുകൊണ്ടിരിക്കും ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് രവിയാണെങ്കിൽ നമ്മുടെ ശ്രുതിയെ പിടിച്ച് വാതിക്കലേക്ക് അങ്ങ് തള്ളുകയാണ് കേട്ടോ. എനിക്കിനി ഇങ്ങനെ ഒരു മകനും ഇല്ല, ഒരു ഭാര്യയില്ല, രണ്ടുപേരും കൂടി ചെയ്തു കൂട്ടുന്നതെല്ലാം കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ മടുത്തു, ഇനി നിങ്ങൾ കാണാൻ പോകുന്നേയുള്ളെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ഭയങ്കര ദേഷ്യത്തോടു കൂടി അകത്തോട്ട് പോവാണ് കേട്ടോ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണും വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.